സിനിമയിൽ സ്ത്രീക്കും പുരുഷനും തുല്യവേതനം അസാധ്യമെന്ന് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അസോസിയേഷനെ പരാമർശിക്കുന്ന കാര്യങ്ങളിൽ മറുപടിയും കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, എന്താണ് ഈ കത്തിന്റെ ഉള്ളടക്കം? ഒപ്പം തന്നെ ഈ വേതനവുമായി ബന്ധപ്പെട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നിലപാട് അത് പ്രധാനമാണ്. എന്താണ് അവരതിനെ കുറിച്ച് വിശദീകരിക്കുന്നത്? അശ്വിൻ പാലാഴി. രജിത്ത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സർക്കാരിന് മുന്നിൽ ഔദ്യോഗികമായി മറുപടി നൽകുന്ന ആദ്യ സംഘടനയായി കൂടി കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മാറുകയാണ്. മറ്റു പലരും ഈ മറുപടിക്കുമൊപ്പം വിശദീകരണത്തിനുമൊക്കെ അനന്തമായ കാലതാമസം നേരിടുന്നതിനിടെയാണ് കൃത്യമായ നിലപാട് സർക്കാരിനെ ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിയിച്ചിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം വനിതകൾക്ക് ഉൾപ്പെടെ തുല്യവേതനം നടപ്പാകുന്നില്ല എന്നുള്ളൊരു പരാമർശമായിരുന്നു. എന്തായാലും അത് സിനിമാ മേഖലയിൽ പ്രായോഗികമാകുന്ന ഒന്നല്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. സിനിമയുടെ വിപണി മൂല്യവും ഒപ്പം അതിൻ്റെ ക്രിയാത്മകമായ അളവുമൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് താരങ്ങൾക്ക് ഈ ഒരു എത്ര പണം നൽകണം, തുല്യവേതനം നൽകാനാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തുല്യവേതനം എന്നൊന്ന് ചലച്ചിത്ര രംഗത്ത് സാധ്യമല്ല എന്ന് പറയുന്നുണ്ട്. ഒപ്പം ഈ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു തുല്യത വേണമെന്നൊരു പരാമർശം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടായിരുന്നു. അതും സാധ്യമല്ല എന്നുകൂടി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതുൾപ്പെടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാഗമായി വരുന്ന അവരെ പരാമർശിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മറുപടി നൽകിയിട്ടുണ്ട്. എന്തായാലും അക്കാര്യങ്ങളൊന്നും നടപ്പാകുന്നില്ല എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ചില നിർദ്ദേശങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് വെച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ മീറ്റിംഗ് കൊച്ചിയിൽ നടക്കുന്നുണ്ട്. അതിൽ സർക്കാരിന് മുന്നിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ ഔദ്യോഗികമായി തന്നെ സമർപ്പിക്കാനുള്ള നീക്കങ്ങളിലേക്കും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കടക്കുന്നുണ്ട്. ശരി, അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. ചെറിയൊരു ഇടവേളയിലേക്ക് പോകാനുള്ള സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.